വ്രണക്കുറിപ്പുകളുമായി ആശുപത്രി വരാന്തിയിൽ ക്യൂ നിന്നവരിൽ പലരും ഇന്ന് സൗഖ്യത്തിൻ്റെ വർത്തമാനങ്ങളുമായി നോക്കി നിൽക്കുന്നു. കല്ലറയ്ക്കു മുകളിലെ മഴ നനയുന്ന ആ കുരിശിലേക്ക്. നമ്മുടെ പനിക്കിടക്കക്കരികിലും ഐസൊലേഷൻ മുറികളിലും മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള എമർജൻസി വാർഡുകളിലും നിറഞ്ഞു നിന്നിരുന്നവർ അപ്രതീക്ഷിതമായ ഒരു നാൾ നമ്മെ പിരിഞ്ഞു പോകുമ്പോൾ ഹൃദയം തേങ്ങിയും കണ്ണു നിറഞ്ഞും കരളു നീറിയും നമ്മൾ ഓർമ്മിക്കും, അവർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഒരാൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളിയുടെ സ്വന്തം ജോപ്പൻ ഡോക്ടർ ജോപ്പൻ കോക്കാട്ട്. വിദേശത്തു പോയി പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള സാധ്യതകളും അവസരങ്ങളും ഉണ്ടായിരുന്നിട്ടും എല്ലാം വേണ്ടെന്ന് വെച്ച് സ്വന്തം നാടിനെ സ്നേഹിച്ച് സേവനം ചെയ്ത ഒരാൾ. 1949 മാർച്ച് 5 പാലാ രൂപതയിലെ ചെമ്മലമറ്റം ഇടവകയിൽ കോക്കാട്ട് ജോൺ സാറിൻ്റെയും ഭാര്യ ഏലിക്കുട്ടി ജോണിൻ്റെയും മൂത്ത മകനായി ജനിച്ച ജോപ്പച്ചൻ മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള അനുസരണയിലും വിധേയത്വത്തിലും വളർന്നു വന്നു. കാളകെട്ടി, വിളക്കുമാടം എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലാ സെയിൻറ് തോമസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പാസ്സായി. 1967 ബാംഗ്ലൂർ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കരസ്ഥമാക്കി. ചെറുപ്പം മുതൽ അൾത്താര ശുശ്രൂഷയായിരുന്ന ജോപ്പച്ചൻ MBBS പഠനകാലത്ത് 5 വർഷവും അൾത്താര ശുശ്രൂഷയായിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയം. സ്വർഗത്തിൻ്റെ പരാഗരേണുക്കൾ ഉള്ളിൽ വഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്ക് എങ്ങനെ അൾത്താരയിലേക്ക് അടുക്കാതിരിക്കാനാകും? അപരൻ്റെ വേദനകളിൽ അലിയുന്ന മനസ്സായിരുന്നു ഡോക്ടർ ജോപ്പൻ്റേത്. 8 വർഷത്തോളം കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലും തുടർന്ന് 39 വർഷത്തോളം കാഞ്ഞിരപ്പള്ളി കടമപ്പുഴ ആശുപത്രിയിലുമായി തൻ്റെ സേവനം കാഴ്ചവെച്ചു. 1975 ഓഗസ്റ്റ് 24 അദ്ദേഹത്തിൻ്റെ വിവാഹം. ഭാര്യ മീന ജോപ്പൻ, മക്കൾ നിത, ജോൺ, ജോസി എന്നിവർ. സഹോദരങ്ങൾ ഡോക്ടർ ജോസ് ജോൺ കോക്കാട്ട്, ഡോക്ടർ മാത്യു ജോൺ കോക്കാട്ട്, ആലിമ മാത്യു മൂലയിൽ എന്നിവരാണ്. സ്നേഹമുറഞ്ഞുകിടക്കുന്ന ഒരു ഭൂതകാലമാണ് ഇന്ന് ഇവരുടെ ചങ്കിലെ കടൽ. ആയിരക്കണക്കിന് രോഗികൾ സുഖം പ്രാപിച്ച ആശുപത്രിയിൽ നിന്ന് യാത്രയാകുമ്പോഴും സ്വന്തം ശരീരത്തിൻ്റെ വേദനകളെയും മാനസിക അസ്വസ്ഥതകളെയും ആരെയും അറിയിക്കാതെ തന്നെ കാണാൻ കാത്തിരിക്കുന്ന രോഗികളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ സ്വയം മറന്ന് ഭക്ഷണവും വിശ്രമവും മാറ്റിവെച്ച് രോഗികളാകുന്ന അനേകം ഡോക്ടർമാരിൽ ഒരാൾ. ജോപ്പൻ ഡോക്ടറിനെ ഒന്ന് കണ്ടാൽ മതി, എൻ്റെ രോഗം മാറും എന്ന് പറഞ്ഞിട്ടുള്ളവരും ഈ ദേശത്തുണ്ട് എന്നത് സത്യം. എന്നും രാവിലെ ഇടവക ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ശേഷം അക്കരപ്പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിക്കും. പിന്നീടാണ് ആശുപത്രിയിലെത്തുന്നത്. സങ്കടങ്ങളുടെ ചിതയിലെരിഞ്ഞ രോഗികളുടെ കാതിൽ മുഴങ്ങിയ സൂര്യൻ്റെ താരാട്ടുപോലെ ഒരു ശബ്ദം. ഡോക്ടർ ജോപ്പൻ പറയും, സാരമില്ല, പേടിക്കാനൊന്നുമില്ല, ഒക്കെ ശരിയാകും. നിഴല് തുപ്പിയ സങ്കടത്തിന്റെ വരികൾക്കിടയിലും മഴവില്ലിനെ സ്വപ്നം കണ്ട ഒരു ഡോക്ടറിന്റെ ജീവിതം. ആതുര മനസ്സുകളിലെ പകലിനെ മറയ്ക്കാനെത്തിയ രാത്രിക്കു മുന്നിൽ സന്ധ്യയെപ്പോലെ വിനീതനായി നിന്നു പ്രാർത്ഥനാപൂർവം. കർത്താവേ, അങ്ങയുടെ രോഗശാന്തി ദൗത്യത്തിൽ എന്നെ ഒരു ഉപകരണമാക്കണമേ. എൻ്റെ അറിവില്ലായ്മയോ അഹങ്കാരമോ രോഗിയെ ദ്രോഹിക്കാതിരിക്കട്ടെ. അങ്ങയുടെ രോഗശാന്തി ദൗത്യത്തിൽ കൈകോർത്തിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ രോഗിയുടെ നെഞ്ചിൻ്റെ താളത്തോടൊപ്പം സ്വന്തം നെഞ്ചിൽ നിന്നും ഉയർന്ന പ്രാർത്ഥനാ ശകലങ്ങൾ കാലത്തിന് മറക്കാനാകുമോ? ആതുര ശുശ്രൂഷയ്ക്കായി ജീവിതം സമർപ്പിച്ച ഈ ശംഖിന്റെ നെഞ്ചിലെ സംഗീതം കേട്ട് തിരമാലകൾ പോലും അത്ഭുതപ്പെട്ടിരുന്നു. ജീവിതം എത്ര പരിക്കേൽപ്പിച്ചാലും ചിലരുടെ ഒഴുക്കുകൾക്ക് യാതൊരു തടസ്സവുമില്ല എന്നതാണ് സത്യം. മുറിയാൻ മടിക്കുന്ന മുളം തണ്ടിൽ പിറക്കാതെ പോകുന്ന പുല്ലാങ്കുഴലുണ്ടെന്ന് തിരിച്ചറിയുന്നവർ സ്വയം പരിക്കേറ്റും അവരനെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരാണ്. 2021 വെള്ളപ്പൊക്കത്തിൻ്റെ സമയം.
തൻ്റെ സഹപ്രവർത്തകർക്കും രോഗികൾക്കും വേണ്ടി ഭക്ഷണം വാങ്ങി വെള്ളത്തിലൂടെ ആശുപത്രിയെ ലക്ഷ്യമാക്കി നടന്നു വരുന്ന ജോപ്പൻ ഡോക്ടറിന്റെ ചിത്രം കണ്ണു നനയിക്കുന്ന അനുഭവം തന്നെ. മുന്നിലിരുന്ന് വേദനിക്കുന്ന മനുഷ്യർക്കായി പരിഹാരങ്ങൾ അന്വേഷിച്ചിരുന്ന ഒരു മനസ്സിന്റെ പ്രത്യാശകൾ ചിറകടിച്ചുയർന്ന ചെറിയ ദേശത്തിന്റെ സുഹൃത സാക്ഷ്യത്തെക്കുറിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. ഡോക്ടർ ജോപ്പനെ കുറിച്ചുള്ള ചില നല്ല ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. സമർപ്പിതമായ ഒരു ദൗത്യം നിർവഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ആദരവോടുകൂടി കാണുന്നു. കത്തീഡ്രൽ പള്ളിയിൽ അസിസ്റ്റന്റ് ആയിരുന്ന കാലം മുതലേ വർഷങ്ങൾക്ക് മുൻപുള്ള വലിയൊരു പരിചയം, നല്ല ഒരു വിദഗ്ധനായ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത വലിയ ശുശ്രൂഷകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കടമപ്പുഴ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സർജറികളെല്ലാം തന്നെ വിജയമായിരുന്നു. അതിന്റെ പിറകില് മെഡിക്കൽ രംഗത്തുള്ള പ്രാഗൽഭ്യം എന്നതോടൊപ്പം തന്നെ അടിയുറച്ച ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, വലിയ സഭാസ്നേഹം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുന്ന ഒരു നല്ല മാതൃകാപരമായ ക്രൈസ്തവ ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഡോക്ടർ ജോപ്പൻ എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും. ധാരാളം പേരെ അദ്ദേഹം സാമ്പത്തികമായിട്ട് കൂടിയും സഹായിച്ചിട്ടുണ്ട്. ആരും അറിയാതെ പാവപ്പെട്ട രോഗികൾക്ക് കരുതലും കാവലുമായ ഒരു ഡോക്ടർ കടമപ്പുഴ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഇന്ന് ഒത്തിരി പേര് ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. പാവങ്ങളോട് കരുണയും അനുകമ്പയും പുലർത്തിയ ജോപ്പൻ ഡോക്ടറിനെ ബഹുമാനപ്പെട്ട റോയി വടക്കേലച്ചനും നന്ദിയോടെ ഓർമ്മിക്കുന്നു. പള്ളിയിലെ ഒരിക്കൽ വികാരിച്ചൻ പാവപ്പെട്ട രോഗികൾക്ക് മരുന്നിന് നൽകാൻ പണമില്ല എന്ന് അനൗൺസ് ചെയ്തു. തുടർന്ന് എല്ലാ മാസവും ഡോക്ടർ എന്റെ പക്കൽ ഒരു നിശ്ചിത തുക കൊണ്ടുവന്ന് നൽകുമായിരുന്നു. അതിനെ ഡോക്ടർ എടുത്ത വളരെ പെയിൻ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ, ആഴ്ചയിലെ 2 ഓപ്പറേഷൻ ദിവസങ്ങൾ ഡോക്ടർ ഉപവസിക്കുമായിരുന്നു. ഉപവസിക്കുന്നതിന്റെ തുക ഡോക്ടർ നൽകുമായിരുന്നു. 3 പതിറ്റാണ്ടുകളുടെ അനുഭവം ഡോക്ടറുമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓരോ രോഗികളുടെ അടുക്കലും അത് എത്ര പ്രാവശ്യം വരണമെങ്കിലും അതിനൊരു മടിയും കൂടാതെ ആ രോഗിയുടെ കാര്യത്തിൽ തന്റെ സ്വന്തം ഒരു പിതാവിനെയോ മാതാവിനെയോ തന്റെ മകനെയോ മകളെയോ പോലെ പരിചരിക്കുന്ന ഒരു ഡോക്ടറെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് അക്ഷരാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും തന്റെ വിശ്വാസ ജീവിതത്തിലും കാണിച്ചു തന്ന വളരെ നല്ല ഒരു മനുഷ്യൻ. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഈ ഡോക്ടർ നല്ല ഒരു കൃഷിക്കാരനും പാട്ടുകാരനും സുഹൃത്തുക്കൾക്കിടയിലെ നർമ്മരസികനുമായിരുന്നു. ജോപ്പൻ ഡോക്ടറിനെ കുറിച്ച് പറയുമ്പോൾ പലരും വാചാലരാകും. ആരാധനാ സന്യാസിനി സമൂഹാംഗങ്ങളായ ബഹുമാനപ്പെട്ട സിസ്റ്റർ എൽജിയൂസ്, സിസ്റ്റർ ഗ്യാരറ്റ്, സിസ്റ്റർ എലിസബത്ത്, സിസ്റ്റർ ലിസ എന്നിവരുടെ വാക്കുകളും ശ്രദ്ധേയം. പള്ളിയിൽ ഇന്ന് രാവിലെ കുർബാനയെ സംബന്ധിക്കുകയും അതിനുശേഷം അക്കരപ്പള്ളിയിൽ പോയി മാതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ് എന്നും ആശുപത്രിയിലേക്ക് വരുന്നത്. ഡ്രസ്സിംഗ് റൂമിലും ഇഞ്ചക്ഷൻ റൂമിലും ഒക്കെ നിൽക്കുമ്പോൾ ഡോക്ടറിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല സ്നേഹവും അടുപ്പവും കരുതലുമുള്ള ഒരു ഡോക്ടർ അദ്ദേഹം. പേഷ്യന്റിനോടൊക്കെ വളരെ സ്നേഹമുള്ള ഒരു ഡോക്ടറായിരുന്നു. എപ്പോഴും പൈസ ഒന്നും ഇല്ലാത്തവരെ കിടക്കുന്ന രോഗികൾക്ക് അവരുടെ ബില്ല് തീർക്കാൻ വേണ്ടി ആരും അറിയാതെ എൻ്റെ കയ്യിൽ തന്നേച്ച് അവരുടെ കൊടുത്തേക്കാൻ പറയുമായിരുന്നു. രോഗികളെ നോക്കുന്നതിൽ വളരെയധികം നിഷ്കർഷയോടുകൂടി ചെയ്യണമെന്ന് പറയുമായിരുന്നു. പതിവ് പോലെ അന്നും രാവിലെ 2 ശസ്ത്രക്രിയകൾ കൂടി നടത്തിയിട്ടാണ് സന്ധ്യാവേളയിൽ അദ്ദേഹം നിത്യതയുടെ തീരത്തേക്ക് യാത്രയായത്. പുണ്യം ചെയ്ത കരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പലരും ഭയന്നു മാറിയെടുത്ത് ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചു സാഹസികമായി രോഗികളെ രക്ഷപ്പെടുത്തിയ സംഭവവും പലരുടെയും മനസ്സുകളിൽ പച്ചകെടാതെ നിൽക്കുന്നു. 39 വർഷം ജോപ്പൻ ഡോക്ടർക്കൊപ്പം ജോലി ചെയ്ത കടമപ്പുഴ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ തോമസ് ഈപ്പന്റെ ഓർമ്മകളിലൂടെ. As a doctor, I don't think anybody can hold a fiddle to him because he was so sincere and empathetic to the patients. And he was a very daring surgeon. Sometimes I remember I used to advise him saying, should we take up this case or should we? His answer was always, see, if I don't take up this case, nobody else will.
and he was extremely skilled as a surgeon. Whenever a complication occurred around the neighboring hospitals, he was the first to respond. Never has he denied or kept back, saying that I cannot come or I'm busy, and he didn't expect anything back in return. Any time of the day or night you call him, he was there for the patient. And he, in a way, he is lucky. He ended his surgical career on an operation day. Till the last minute of his life, he was a surgeon. 18 വർഷം കൂടെ ജോലി ചെയ്ത ഡോക്ടർ ജോർജ് ചക്കാലയ്ക്കൽ ജോപ്പൻ ഡോക്ടർക്ക് രോഗികളോടുള്ള സമർപ്പണ മനോഭാവവും പാവങ്ങളോടുള്ള കരുതലും എത്രയധികമായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ പിയർ, സ്റ്റാഫ് നഴ്സുമാരായ മിസിസ് രശ്മി രാജ്, എലിസബത്ത് റോയി, റോസമ്മ പോൾ എന്നിവർക്കുമുണ്ട് പറയുവാൻ ഏറെ കാര്യങ്ങൾ. ഏത് പേഷ്യന്റും 100% സാറ്റിസ്ഫൈഡ് ആകും. ഒരു മാജിക്കൽ ഹാൻഡ് ആയിരുന്നു സാറിൻ്റെത്. സാറിൻ്റെ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. അത് കീഹോൾ സർജറിക്ക് തുല്യമായിരുന്നു. പിന്നെ സാറിൻ്റെ സ്യൂച്ചറിങ് പ്ലാസ്റ്റിക് സർജന്മാർ തോറ്റു. ഡോക്ടർ ഇൻസിഷൻ ഇട്ട് സ്യൂച്ചർ ചെയ്താൽ ഇതിൽ പാടേ കാണത്തില്ലായിരുന്നു. പിന്നെ ലോക്കൽ ഇതിൽ തൈറോയിഡ് സർജറി പോലും ചെയ്യാൻ അത്രയ്ക്ക് ഇതായിരുന്നു സാറ്. 2018 ഞങ്ങളുടെ ഹോസ്പിറ്റൽ മുഴുവൻ വെള്ളത്തിലടിയിലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു 1 മണി 2 മണി വരെ ഞങ്ങളിത് വെള്ളത്തിന് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് കിട്ടുമ്പോൾ ഡോക്ടറുടെ മനസ്സറിവ് തോന്നി ഞങ്ങൾ വിശന്നിരിക്കുവാണെന്ന് കരുതി ഡോക്ടർ കേക്കോ എന്തോ സാധനമൊക്കെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് ഇത് കഴിക്ക് സിസ്റ്റർ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊടയും പിടിച്ചുകൊണ്ട് വരുന്ന ഡോക്ടറെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. OP താമസിച്ചൊക്കെ തീർന്നാലും ഡോക്ടർ ഞങ്ങൾ വീട്ടിൽ ചെന്നോ എന്ന് അറിയാനായിട്ട് ഫോൺ വിളിച്ചവരെ ഞങ്ങളുടെ വീടുകളിൽ ചോദിച്ചിട്ടുണ്ട്. അത്ര ഒരു അപ്പൻ്റെ വാത്സല്യം വാർഡിൽ ഞങ്ങൾ സ്റ്റാഫിനോടെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് സ്റ്റാഫിനെ തന്നെയല്ല, സ്റ്റാഫിന്റെ കുടുംബങ്ങളിലെ എല്ലാവരെയും അവരുടെ വീട് പോലെ ഡോക്ടറിന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് കരുതിക്കൊണ്ടിരുന്നില്ല. പിന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായ ഡോക്ടർ മരിക്കുന്ന സമയത്തും കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ എന്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ മരിച്ച ഇടവകയിൽ തന്നെ ഞാൻ കല്യാണം കഴിച്ച് ചെന്നേക്കുന്നതും എനിക്ക് എല്ലാ ആഴ്ചയിലും ഡോക്ടറിന്റെ കല്ലറയിൽ പോകാൻ പറ്റുന്നത് ദൈവം അതിന് പ്രത്യേക ഒരു അനുഗ്രഹം തന്നെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഫസർ KK എബ്രഹാം, ഡോക്ടർ ജോസ് മാത്യു എന്നിവരും ജോപ്പൻ ഡോക്ടറിനെ കുറിച്ച് പറയുമ്പോൾ വാചാലരാകും. ജോപ്പനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് സെന്റ് തോമസ് കോളേജിലെ സയൻസ് വിദ്യാർത്ഥിയായിട്ട് എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോഴാണ്. രോഗാവസ്ഥയിലായിരുന്നപ്പോൾ സ്വന്തം അമ്മയെ പോലെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അമ്മ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് അധികം വെയിറ്റൊന്നുമില്ല. അന്നേരം സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ജോപ്പൻ തന്നെയാണ് അമ്മയെ എടുത്ത് പിന്നെ റൂമിലെ ബെഡിൽ കൊണ്ട് കിടത്തിയിരുന്നത്. പിന്നെ എല്ലാവരോടും വളരെ സ്നേഹം, പ്രത്യേകിച്ചും കൂട്ടത്തിൽ അല്പം വീക്കായിട്ടുള്ള അല്പം പിന്നോട്ട് പോയിരിക്കുന്ന ആൾക്കാരോട് പോലും സവിശേഷമായ പരിഗണനയും സ്നേഹവും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അടുത്ത് ചെന്ന് എന്ത് ശുശ്രൂഷ വരെയും ചെയ്യുവാൻ തയ്യാറുള്ള ഒരു വ്യക്തിത്വം ആ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജീവിതത്തിന്റെ രാത്രികളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച ജോപ്പൻ ഡോക്ടർ 47 വർഷത്തെ ആതുര ശുശ്രൂഷയ്ക്കൊടുവിൽ 39 വർഷവും ജോലി ചെയ്ത കടമപ്പുഴ ആശുപത്രിയിൽ വെച്ച് സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് അന്ത്യയാത്ര പറഞ്ഞത്. കൂടം വച്ചു തകർക്കുന്ന കൂറ്റൻ മൗനത്തിന്റെ കഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫോസിലുകളിൽ കാലം കുറിച്ചുവെച്ച നാമം ജോപ്പൻ ഡോക്ടർ. ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ സ്നേഹാദരങ്ങളോടെ പ്രണാമം. Shaina Barisa